സവാള ഗിരി സവാള ഗിരി എന്ത് തേങ്ങാക്കൊല എന്നാണ് പറയുന്നത്? ഈ മാതിരി പ്രവർത്ത, ഈ മാതിരി കേരളത്തിന്റെ ഭൂപടത്തിൽ കാണാൻ സാധ്യതയില്ലാത്ത ഒരു ജന്മം. നിങ്ങളെ പോലെ ഞങ്ങൾ കിട്ടിയ പരാതി തലയുടെ അടിയിൽ കൊണ്ടുപോയി 13 ദിവസം പൂഴ്ത്തിവെക്കില്ല, ഇയാൾ ഞങ്ങളിൽപ്പെട്ടവരല്ല എന്ന് പറഞ്ഞു മാറ്റി നിർത്തിയിട്ട് ചർച്ചയ്ക്ക് വന്ന് ആത്മാഭിമാനത്തോടു കൂടി ഇരിക്കുമ്പോ എം മുകേഷിനെ AKG സെന്ററിൽ പൂവിട്ട് പൂജിച്ച് വീണ്ടും വന്നിരുന്ന ഇങ്ങനെ ഞങ്ങളെല്ലാം സ്ത്രീ സംരക്ഷകരാണ് എന്ന് പറയാൻ ഉളുപ്പുണ്ടോ 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 ഉളുപ്പുണ്ടോ? ജയിക്കേ യൂത്ത് കോൺഗ്രസിന് 30 മിനിറ്റ് പൈസ ജെയ്സി തോമസ് ആണ്. ഞങ്ങൾക്ക് കൃത്യമായ കണക്കുണ്ട്, അല്ലാതെ അതിന് ജെയ്സി തോമസിന്റെ അച്ചാരോ ഓശാനോ ഒന്നും ആവശ്യമില്ല. മൂന്നാമത്തെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ജയിലിൽ അടയ്ക്കാൻ കഴിഞ്ഞു. മറ്റ് 2 പരാതികൾ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ നിയമപരമായിട്ടുള്ള ചില തടസ്സങ്ങൾ ആ പരാതികളെ സംബന്ധിച്ച് ആന്റിസിപ്പേറ്ററി ബെയിലിന്റെ രൂപത്തിലുണ്ട്. ഇനിയും പരാതികൾ വരും എന്നാണോ പ്രതീക്ഷിക്കേണ്ടത്? വഴിയിലെങ്ങാനും കമ്പയിൽ തുണി ചുറ്റി വെച്ചാൽ മതി, മണപ്പിച്ച് നോക്കാൻ നടക്കും. പെണ്ണാണോ? ആദ്യം തന്നെ അങ്ങയുടെ ചോദ്യത്തിന്റെ പ്രസക്തമായ ഒരു ഭാഗം, പ്രസാധക രംഗത്തെ കൂടെ പ്രധാനപ്പെട്ടയാളായിട്ടുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകയായിട്ടുള്ള ശ്രീമതി ഷഹന അവർ പങ്കുവച്ച ശ്രദ്ധേയമായ അഭിപ്രായമുണ്ട്. അവർക്ക് പ്രതീക്ഷാ നിർഭരമായി പരിമിതികളോടുകൂടെയെങ്കിലും അല്പം ആത്മനിർവൃതിയോടുകൂടെ ഈ ഒരു രാത്രി ഉറങ്ങാൻ കഴിയും. നീ കാര്യം പറയട ചക്ക. ബഹുമാനിയനായ സഹപാനലിസ്റ്റ്, ഞാൻ പൂർണ്ണമായി അദ്ദേഹത്തിന്റെ വാദങ്ങൾ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സംസാരം ആരംഭിക്കുകയാണ്. ഞങ്ങൾ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നു. അത്ഭുതകരമല്ലേ ബഹുമാനിയനായ ആങ്കർ? ശ്യാമളൻ സാറിന് നല്ല ഉഷാറിലാണല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കാം. എനിക്കും അങ്ങയ്ക്കും പ്രസാധകയ്ക്കും മറ്റ് സ്കോപ്പ് അനലിസ്റ്റുകളും ഒക്കെ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, സാജാത്യ വൈജാത്യങ്ങളൊക്കെ ഉണ്ടാകാം. പണ്ഡിതനാണെന്ന് തോന്നുന്നു. ഈ ഒരു രാത്രി ഇതേപോലെ അൺപ്രസിഡന്റഡ് ആൻഡ് അൺയൂഷ്വൽ എന്ന് പറയാൻ പറ്റുന്ന ഒരു കേസിൽ കേരളത്തിന്റെ സാംസ്കാരിക, സാമൂഹിക, സാമുദായിക, രാഷ്ട്രീയ മണ്ഡലത്തിൽ 70,000 അടിയിൽ ഇങ്ങനൊരു എണ്ണത്തിനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? എന്നിട്ടും ഈ രാത്രിയിൽ വന്നിരുന്നിട്ട് പറയുകയാണ് ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് വെളുപ്പിക്കാൻ തുടങ്ങുകയാണ്. മറ്റു ചില ആളുകളുടെ പേര് പറയുകയാണ്. ഞാൻ ഒറ്റ കാര്യമേ അതിനോട് മറുപടി പറയുന്നുള്ളൂ. എനിക്ക് കോൺഗ്രസ് പ്രതിനിധിയുടെ ഒരു തൊട്ടാൽ അറപ്പുളവാക്കുന്ന ഒരു വാദത്തെയും കൈകൊണ്ട് തൊടാൻ ഞാൻ അർഹിക്കുന്നില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ. ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺഗ്രസ് എന്ന് അങ്ങ് വിശാലമായി പറഞ്ഞു തുടങ്ങിയപ്പോൾ പഴയ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രസിദ്ധി ആർജിച്ച പർവ്വത സമാനമാം വിധം ഇപ്പോഴും പ്രസക്തിയമായ ഒരു പ്രയോഗമുണ്ട്. എന്നിട്ട് എങ്ങനുണ്ട് എന്റെ സാഹിത്യം എന്ന് സഹോദരനായ അബ്ദുൽ ഖാദറിനോട് ചോദിക്കുമ്പോൾ ഈ സാഹിത്യത്തിൽ ആക്കിയും ആഖ്യാതാവും ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ വൈമൂബ ബഷീർ എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ബഷീർ പറയുന്ന തിരികെയുള്ള മറുപടിയുണ്ട്. എടുത്തുകൊണ്ട് പോടാ നിന്റെ ആക്കിയും ആഖ്യാതാവും. ഇത് നേരെ ചൊവ്വ പോകുന്ന ലക്ഷണില്ല. എന്താ ഇപ്പൊ പുറത്തു വന്നിട്ടുള്ള ചാറ്റിൽ പറയുന്നത്? അടിവസ്ത്രം മുതൽ ചൂരൽമലയിലെ വയനാട്ടിലെ പാവങ്ങളുടെ പേര് ചൂണ്ടിക്കാണിച്ചിട്ട് 10,000-ഉം 5,000-ഉം ഈ സർവൈവറിൽ നിന്ന് പണം പിരിച്ചിട്ട് അവരെ കോൺഗ്രസുകാരെ വിശ്വസിച്ച് പണം കൊടുത്ത കേരളത്തിലെ പാവങ്ങളെ പറ്റിച്ച് ലക്കി ഡ്രോയിൽ അവർക്ക് സമ്മാനം കൊടുത്ത ഈ മാതിരി ഈ മാതിരി കേരളത്തിന്റെ ഭൂപടത്തിൽ കാണാൻ സാധ്യതയില്ലാത്ത ഒരു ജന്മം, അതിനെ ന്യായീകരിക്കാൻ നേരത്ത ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട് പോടാ നിന്റെ ആക്കിയും ആക്കിയാതാവും എന്നുള്ള ബഷീറിന്റെ പ്രയോഗമാണ് ഓർമ്മ വരിക. അതിന് നീ എന്തിനാ നിന്റെ കാർബറേറ്റർ ഇത്ര ചൂടാക്കണേ? അല്ല, നമ്മൾ കാണുന്നത് എന്താണ്? സമീകരണങ്ങളുണ്ടോ? ഇത് ഇപ്പോൾ സംഭവിച്ചതാണോ? ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നു. എന്ത് തേങ്ങാക്കൊല എന്നാണ് പറയുന്നത്? എവിടുത്തെ ബെഞ്ച് മാർക്ക്? വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി സംസാരിക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോ ദോഷം വരും. 2022 വന്ന പരാതിയോ? നമ്മുടെ നാട്ടിൽ അല്പജ്ഞാനമുള്ള എല്ലാ മാധ്യമ പ്രവർത്തകരും അറിയാമല്ലോ. AICC ആഫീസിന് വാതക്കൽ വന്ന് ഒരു പാർലമെന്റ് മെമ്പറും മകളും പൊട്ടിക്കറിഞ്ഞ് നിലവിളിച്ചു ഇല്ലേ? പുരാണൊക്കെ തനിക്ക് ഒത്തിരി പറയാൻ കാണും, അത് കേൾക്കാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. എത്രയെത്ര ആളുകളുടെ പ്രതികരണങ്ങൾ, എത്രയെത്ര ആളുകളുടെ അനുഭവങ്ങൾ, എന്നിട്ടാണ് പറയുന്നത് ബെഞ്ച് മാർക്ക് എടുത്തുകൊണ്ട് പോടാനിന്റെ ആക്കിയും ആക്കിയാതോ എന്ന് ബഷീറിനെ വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടതായിട്ട് വരും. ഇടി വെട്ടുമ്പോ പട്ടി ഉറക്കത്തിൽ നിന്നിട്ട് കുലയ്ക്കും പോലെ വർത്തമാനം. ഇയാൾ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചല്ലോ. എങ്ങനെയാ ഇദ്ദേഹം വിജയിച്ചത്? ഇദ്ദേഹത്തിന്റെ തറവാടിന്റെ പേര് പറഞ്ഞിട്ടാണോ? ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ പേര് പറഞ്ഞിട്ടാണോ? ഇദ്ദേഹത്തിന്റെ പൂർവീകരുടെ തറവാട്ട് മഹിമ കണ്ട് പാലക്കാട്ടുകാർ വോട്ട് ചെയ്തതാണോ? ഈ സ്ഥലം പെശകാണെങ്കിൽ അവരാൻ അതിലും പെശക. വോട്ട് ചെയ്തത് കൈപ്പത്തിക്കാണ്, വോട്ട് ചെയ്തത് കോൺഗ്രസിനാണ്. ആ പാനലിലാണ് ഇപ്പോഴും നിയമസഭാ അംഗമായി പാർലമെന്ററി പാർട്ടിയുടെ ഒക്കെ ഭാഗമായിട്ട് ഇയാൾ ഇപ്പോഴും തുടരുന്നത്. എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്? കുറിച്ച് അന്വേഷിക്കുന്ന അസംബന്ധമാണോ? സോഷ്യൽ മീഡിയയിലെ അടിമ സംഘത്തിന്റെ കാലാൽപ്പടക്ക് ഇപ്പോഴും തീറ്റഭക്ഷണവും കൊടുത്തിട്ട് ഇദ്ദേഹം പരിപാലിപ്പിക്കുന്നത് ആരുടെ ചെലവിലാണ്? ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയോ തറവാട്ടിന്റെയോ പൂർവികരുടെയോ മുത്തശ്ശിമാരുടെയോ എല്ലാം കോൺഗ്രസിന്റെ ചെലവിലാണ്. നമ്മൾ മനസ്സിലാക്കണം. അന്തസ്
വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് തൂക്കിയെറിഞ്ഞ് കളഞ്ഞിട്ട് വേണം ബെഞ്ച് മാർക്ക് ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇമാതിരി ആക്കിയാതെ എടുത്തോണ്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ. ഓഹോ അത് ശരി. ഓക്കെ, ശ്രീ വസന്ത്. ഇനി ഇവിടെ എന്താ ഉണ്ടാവും പറയാൻ പറ്റില്ല. എടുത്തോണ്ട് പോടാ നിന്റെ ആക്കിയോ മാക്കിയാനോ എന്ന് ബഷീറിനെ കോട്ട് ചെയ്ത ഇടതു പ്രതിനിധിയോട് ഒരു ഉത്തരം പറയാം. ഈ രാത്രി കോൺഗ്രസ് പാർട്ടി അയാളെ പുറത്താക്കിയിട്ട് ഇവിടെ ചർച്ചയ്ക്ക് വന്നിരുന്ന ആത്മാഭിമാനത്തോടു കൂടി ഞങ്ങളുടെ മെമ്പറല്ല കേട്ടോ എന്ന് പറയാൻ ധൈര്യത്തോടു കൂടി നിൽക്കുമ്പോൾ PT കുഞ്ഞുമുഹമ്മദ് അടക്കമുള്ളവർക്കെതിരെ എന്താ ഉറക്കം വരുന്നു. 13 ദിവസത്തെ പരാതി കിട്ടിയിട്ട് അത് മുഖ്യമന്ത്രിയുടെ തലയണയുടെ അടിയിൽ ഒളിപ്പിച്ചു വെച്ച് ഏറ്റവും ഒടുക്കം അത് നാട്ടുകാരറിയുമെന്ന് അറിഞ്ഞപ്പോ അത് പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യേണ്ടി വന്ന ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി തന്നെ ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിയുമായിട്ടുള്ള പാർട്ടിയാണ് ജയിക്കിന്റെ പാർട്ടി. അത് മറക്കണ്ട. ഇനി സ്വന്തം ഭാര്യ തന്നെ ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ അടിവയറ്റിലേക്ക് ആഞ്ഞു ചവിട്ടി എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഇപ്പോഴത്തെ മന്ത്രിക്ക് മുമ്പ് ഇന്ത്യ വിഷനിലായിരുന്നപ്പോ ഇന്റർവ്യൂ കൊടുത്ത് ആ ഇന്റർവ്യൂ പബ്ലിഷ് ചെയ്തതിനു ശേഷം ഒരാളെ ആനയിച്ചു കൊണ്ടുവന്ന് കൊല്ലത്ത് മത്സരിപ്പിച്ച് MLA ആക്കി. ആ MLA ആയിരിക്കുമ്പോൾ അയാൾക്കെതിരെ പിന്നീട് പരാതികൾ വന്നപ്പോ അതേ അയാളെ തന്നെ വീണ്ടും ആനയിച്ച് ആലങ്കാരികമായി നിങ്ങൾ കൊണ്ടുപോയി പൂവിട്ട് പൂജിപ്പിച്ച് കൊല്ലം പാർലമെന്റിൽ മത്സരിപ്പിച്ച CPM-നും CPM-ന്റെ മെമ്പറായിട്ട് ഇടതു വക്താവായിട്ട് ഈ ചർച്ചയിൽ വന്നിരിക്കുന്ന ഇടതു പ്രതിനിധിയോടും ബഷീറിനെ ഒന്നും ഞാൻ കോട്ട് ചെയ്യുന്നില്ല, നിങ്ങളുടെ തന്നെ ഒരു നേതാവിന്റെ വാക്ക് ഞാൻ കോട്ട് ചെയ്യാം. ആരാണെന്നറിയാമോ? യശശരീരനായിട്ടുള്ള സഖാവ് VS അച്യുതാനന്ദൻ. അദ്ദേഹം പണ്ട് ചോദിച്ചു, ഉളുപ്പുണ്ടോ ഉളുപ്പ് 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 ഉളുപ്പുണ്ടോ ജയിക്കേ? ഒരു പരാതി ഉയർന്നു വന്ന സമയത്ത് അയാളെ പുറത്താക്കിയിട്ട് ആർജവത്തോടുകൂടി ഇയാൾ ഞങ്ങളിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ട് ചർച്ചയ്ക്ക് വന്ന് ആത്മാഭിമാനത്തോടു കൂടി ഇരിക്കുമ്പോൾ മുകേഷിനെ AKG സെന്ററിൽ പൂവിട്ട് പൂജിച്ച് കുഞ്ഞുമുഹമ്മദിനെ കുഞ്ഞു ബഷീറിനെയും ഒക്കെ 13 ദിവസം അയാളുടെ പരാതി പൂർത്തി വെച്ചിട്ട് വീണ്ടും വന്നിരുന്നിങ്ങനെ ഞങ്ങളെല്ലാം സ്ത്രീ സംരക്ഷകരാണ് എന്ന് പറയാൻ ഉളുപ്പുണ്ടോ ഉളുപ്പുണ്ടോ ഉളുപ്പുണ്ടോ? AICC ഓഫീസിൽ പരാതി ചെന്നില്ലേ? AICC ഓഫീസിൽ ഒരു AICC മെമ്പറിന്റെ മുൻ MP-യുടെ പരാതി ചെന്നില്ലേ? എനിക്കറിയില്ല അങ്ങനെ ഒരു പരാതിയെ പറ്റി. ഇനി അദ്ദേഹത്തിന് AICC ഓഫീസിന്റെ മുമ്പിൽ പണ്ട് റൈസീന കുന്നിന്റെ ഭാഗത്ത് എവിടെയെങ്കിലും ചായക്കടയായിരുന്നു, അവിടെ ആരെങ്കിലും പരാതിയായിട്ട് വരുന്നത് ഇദ്ദേഹം നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എന്തിനാണ് ഇപ്പൊ വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്? അയ്യോ അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. ആങ്കർ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും ന്യായീകരിക്കാൻ വന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് വയനാടിനെ മുൻനിർത്തി ഈ സർവൈവേഴ്സിനോട് പിരിച്ചു. എന്തൊരു അധമമായ കാര്യമാണ്. കേരളത്തിന്റെ ചരിത്രത്തിലെ മഹാവലിയ ദുരന്തത്തെ പാവങ്ങളെ മുൻനിർത്തി ഈ സാധാരണക്കാർ റേപ്പിസ്റ്റായ സീരിയൽ ഒഫൻഡറായ ഈ സംഘത്തലവൻ പറഞ്ഞ അനക്കെങ്കിലും മനസ്സിലാവുമെന്ന് ഞാൻ കരുതി. വീണ്ടും ചൂരൽമലയിലെ പാവങ്ങളെ മുൻനിർത്തി പണം പിരിച്ച് അതിൽ നിന്ന് ലക്കി ഡ്രോ നടത്തി സമ്മാനം കൊടുത്തു. ഇവനൊക്കെ എവിടെ പോയി നിന്നിരിക്കുന്നു നമ്മൾ ചോദിക്കേണ്ടതില്ലേ? ഈ നഗരത്തിലുള്ള ഏത് പെൺതരിയെ കുറിച്ചും അല്ല മൺതരിയെ കുറിച്ചും ആധികാരികമായി സംസാരിക്കാനുള്ള ശേഷി ഈ സ്കഡ് കുട്ടപ്പന് മാത്രമേ ഉള്ളൂ സർ. ഞങ്ങളാരും ഇതുവരെ കർണാകരനെ എടോ കർണാടക എന്തോന്ന് ഇതുവരെ കർണാകരനെ എടോ കർണാടക എന്ന് വിളിച്ചിട്ടില്ല. ഞങ്ങളാരും ബഹുമാനിയനായ ആന്റണിയെ എടോ ആന്റണി എന്ന് വിളിച്ചിട്ടില്ല. പക്ഷെ 2025-ൽ ലൈക്കും ഷെയറും റീൽസും സ്റ്റാറ്റസും ഉൾക്കൊള്ളുന്ന ഈ മാഫിയ അടിമ സംഘത്തെ വെച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തെ വിലക്കെടുക്കാമെന്ന് തെളിയിച്ച ഈ സംഘം വിളിച്ചിട്ടുണ്ട്. എടോ വിജയ, എടോ ഗോവിന്ദ, കുഞ്ഞനന്ദൻ ചത്തു ഇല്ലേ? എനിക്കിതിരി ദണ്ണുണ്ട്. പ്രളയ ഫണ്ട് തട്ടിച്ച കേസിൽ ക്രൈംബ്രാഞ്ച് 3 കേസ് രജിസ്റ്റർ ചെയ്തത് കളമശ്ശേരിയിൽ നിങ്ങളുടെ ഏരിയ സെക്രട്ടറിക്കെതിരെയാണ്. അതിൽ പലരും അറസ്റ്റ് ചെയ്യപ്പെട്ടു, പലരും ഉള്ളിൽ കടന്നു. അതായത് 2018 പ്രളയം വയനാട് മാത്രമല്ല സമയത്ത് അതിൽ നിന്ന് 73 എന്റെ DYFI നേതാവ് ഞാൻ പറയട്ടെ, അങ്ങ് എത്രയോ ആവേശപൂർവ്വമാണ് എന്റെ കാര്യത്തിൽ പറഞ്ഞത്. ഞാൻ പറയട്ടെ, അപ്പോ ആ ക്രൈംബ്രാഞ്ച് FIR നിങ്ങളുടെ നേതാക്കൾക്കെതിരെ പ്രളയ ഫണ്ട് തട്ടിച്ചു എന്ന കേസ്. യൂത്ത് കോൺഗ്രസിന് 30 വീടിന്റെ കാശ് കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. എത്ര പിരിച്ചു? 30 വീടിന്റെ പൈസ ജേക്സി തോമസ് ആണ്. ഞങ്ങൾക്ക് കൃത്യമായ കണക്കുണ്ട്. ആ കണക്ക് ട്രാൻസ്പെറന്റ് ആണ്. കേരളത്തിൽ ആർക്കും പരിശോധിക്കാം. അത് ഞങ്ങൾ പണിയും അടുത്ത ദിവസം. അല്ലാതെ അതിന് ജേക്സി തോമസിന് അച്ചാരവും ഓശാനവും ഒന്നും ആവശ്യമില്ല കേട്ടോ.
കേട്ടോ ഡിവൈഫൈയുടെ പൈസ എവിടെ? നിങ്ങൾ സർക്കാരിന് കൊടുത്തു എന്ന് പറയുന്നു. എത്ര കൊടുത്തു? ഒരു മര്യാദ വേണ്ടേ ഡിവൈഫൈ? ഒരു ചർച്ചയിൽ ഒരു മര്യാദയില്ല. പൊളിറ്റിക്കൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഡിവൈഫൈ ഇതൊരു നടക്ക് പോണ മാതിരില്ല. താങ്കളോടും മര്യാദയില്ല. 2 ലക്ഷം രൂപ തട്ടിച്ചു എന്ന പേരിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പറഞ്ഞു തീർക്കാനുണ്ടെങ്കിൽ അത് പുറത്ത്. കേരളത്തിലെ മുഖ്യമന്ത്രി ആടിനെ വിറ്റും താലി വിറ്റും പൈസ കൊടുത്തവർ 75 ലക്ഷം രൂപ. നമ്മുടെ